Hey guys, it's me Ashwati and welcome back to our channel Mentortales. ഇന്ന് നമ്മൾ ലിറ്റററി തിയറിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ആ രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 സെൻറ്റൻസസ്. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഇൻ ലിറ്റററി തിയറിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, സോ ഷോർട്ട് നോട്ട്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻ ബൈ ദ ലിംഗ്വിസ്റ്റിക് ടേൺ എന്നുള്ളതാണ്. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് പറഞ്ഞാൽ ഞാൻ പോയിന്റ് പറയുമ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, ജസ്റ്റ് പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, so linguistic turn എന്ന് പറഞ്ഞാൽ it means a change in emphasis in the discourse of humanities and social sciences reflecting a recognition of the importance of language in human meaning making. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഹ്യൂമാനിറ്റീസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ഡിസ്കോഴ്സിൽ അതിലുള്ളൊരു എംഫസിസ്, അതിലുള്ളൊരു ഊന്നി പറയാന്ന് പറയില്ലേ, അതിലൊരു ചേഞ്ച് കൊണ്ടുവരിക. എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ മീനിങ് മേക്കിങ്ങിൽ ലാംഗ്വേജിനുള്ള ഇമ്പോർട്ടൻസ് അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചേഞ്ച് കൊണ്ടുവരുന്നത്. Okay, so a change in emphasis in the discourse of humanities and social sciences reflecting a recognition of the importance of language in human meaning making. Okay, അപ്പോൾ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ടേൺ എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ഗസ്റ്റാവ് ബെർഗ്മാൻ എന്നുള്ള ആളാണ്. ഓക്കെ, ഗസ്റ്റാവ് ബെർഗ്മാൻ. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് എ ഷിഫ്റ്റ് ഇൻ ദ ഫിലോസഫി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജിൻ്റെ ഫിലോസഫിയിലുള്ളൊരു ഷിഫ്റ്റാണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക് ടേൺ ഇംപ്ലൈ ചെയ്യുന്നത്. ഇതിന് കുറച്ച് അധികം പോയിൻറ്റ്സ് പറയുന്നത് ഇൻ കേസ് ഇത് ഷോർട്ട് എസ്സേ ആയിട്ട് വന്നാലും എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക് ടേൺ ഷോർട്ട് നോട്ടിലൊക്കെ ചോദിച്ച് ഇത്ര എഴുതിയാൽ മതി. ബട്ട് കുറച്ചുകൂടി അഡീഷണൽ പോയിൻറ്റ്സ് പറയുന്നത് അത് ഷോർട്ട് എസ്സേയിൽ വന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാനാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ടേണിൽ ഈ ഒരു ടേം പോപ്പുലർ ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിച്ചാർഡ് റോർട്ടിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് പറഞ്ഞിട്ട്. ആ ബുക്കിൻ്റെ പബ്ലിക്കേഷനിലൂടെയാണ് ലിംഗ്വിസ്റ്റിക് ടേൺ എന്നുള്ള ടേം പോപ്പുലർ ആയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലിംഗ്വിസ്റ്റിക് ടേൺ എന്നുള്ളൊരു ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ എ ചേഞ്ച് ഇൻ ദ എംഫസിസ് ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് റിഫ്ലക്റ്റിംഗ് എ റെക്കഗ്നിഷൻ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ഹ്യൂമൻ മീനിങ് മേക്കിംഗ്. ആൻഡ് ദ ടേം വാസ് കോയിൻഡ് ബൈ ഗസ്റ്റാവ് ബെർഗ്മാൻ. It implies a shift in the philosophy of language. Okay, the term became popular with the publication of a book named The Linguistic Term by Richard Rorty. Okay, so this is about linguistic turn. Next question, explain Derrida's notion of decentering. ഓക്കെ, ഡെറിഡാസ് നോഷൻ ഓഫ് ഡീസെൻറ്ററിങ് ആണ് അടുത്തത്. സോ ഡീസെൻറ്ററിങ് എന്ന് പറയുമ്പോൾ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു സംഭവമായിട്ട് മാറരുത്. ഈ പാട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ലിംഗ്വിസ്റ്റിക് ടേൺ ആണെങ്കിലും ഈ പറയുന്ന ഡെറിഡാസ് നോഷൻ ആണെങ്കിലും സ്ട്രക്ചറലിസത്തിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ മൊഡ്യൂളിൽ. സോ ഡെറിഡാസ് നോഷൻ ഓഫ് ഡീസെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡീകൺസ്ട്രക്ഷൻ തിയറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് ഡീസെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ. Okay, so this decentering is an important principle in Derrida's deconstruction theory. അപ്പോൾ അതേ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏത് ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും അതിലൊരു സെൻറ്റർ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിൽ മീനിങ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലല്ല ഉണ്ടാവുക, അത് സെൻറ്ററിന് കുറച്ച് അകന്നിട്ടായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിന് കറക്റ്റായിട്ടൊരു സെൻറ്റർ പറയാൻ പറ്റില്ല. Okay, so he is saying that there is no important point like center within any structure. ഒരു സ്ട്രക്ചറിനും ഇങ്ങനെ സെൻറ്റർ എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇല്ല. ഓക്കെ, അതാണ് ഈ ഡീസെൻറ്ററിങ് എന്ന് പറയുന്നത്. സോ ദ സെൻറ്റർ ഇസ് നോട്ട് ദ സെൻറ്റർ. ആ ഒരു ലൈനെങ്കിലും ഓർത്തിരിക്കണം. ഡീസെൻറ്ററിങ് വന്നു കഴിഞ്ഞാൽ ദ സെൻറ്റർ ഈസ് നോട്ട് ദ സെൻറ്റർ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മീനിങ് അല്ലെങ്കിൽ സിഗ്നിഫിക്കേഷൻ, മീനിങ്ങിൻ്റെ ഒരു ബൈനറി സിസ്റ്റത്തിനെ ഡീകൺസ്ട്രക്ട് ചെയ്തും കൊണ്ട് ഡെറിഡ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡീസെൻറ്ററിങ് എന്നുള്ള പ്രോസസ്സ് ഏത് ടെക്സ്റ്റ് നമ്മൾ വായിക്കുകയാണെങ്കിലും അതിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ഒരു പ്രോപ്പർട്ടി ആണെന്നാണ് ഡെറിഡ പറയുന്നത്. ഓക്കെ, സോ ഡെറിഡാസ് നോഷൻ ഓഫ് ഡീസെൻറ്ററിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുക അത് ഡീകൺസ്ട്രക്ഷൻ തിയറിയിലൊരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ്. ഡീസെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കളയുകയാണല്ലോ. അപ്പം അദ്ദേഹം പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറിനും ഒരു കറക്റ്റ് സെൻറ്റർ ഉണ്ടായിരിക്കില്ല. കാരണം മീനിങ് എന്ന് പറയുന്നത് ഒരു സെൻറ്ററിലല്ല, അത് സെൻറ്ററിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ലൈക്ക് സെൻറ്റർ ഒരു സ്ട്രക്ചറിനും ഇല്ല. ദർ ഇസ് no important point like a center within any structure.
ദ സെൻറ്റർ ഇസ് നോട്ട് ദ സെൻറ്റർ. അതാണ് മെയിനായിട്ട് ഡീസെൻറ്ററിങ് എന്ന് പറയുമ്പോൾ. So by deconstructing the binary system of meaning, Derrida establishes that the process of decentering is inherent in the reading of a text. ഓക്കെ, അപ്പോൾ അത്രയാണ് ഡെറിഡാസ് നോഷൻ ഓഫ് ഡീസെൻറ്ററിങ് വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഷോർട്ട് നോട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിന് കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ശരിക്കും 2 or 3 സെൻറ്റൻസസ് മതി. ബട്ട് ഇൻ കേസ് അത് നമുക്ക് എസ്സേയിലോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാനാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡ്രീം മെക്കാനിസം? ഡ്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഡ്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളൊരു തിയറിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ തിയറി പ്രൊപ്പൗണ്ടഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മൾ ഉറങ്ങുന്ന ടൈമിലുള്ള നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ആക്ച്വലി ഡ്രീംസ് എന്ന് പറയുന്നത്, സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്രീം മെക്കാനിസം മീൻസ് ഇറ്റ് ഈസ് എ തിയറി പ്രൊപ്പൗണ്ടഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. And it proposes that dreams are a byproduct of the dreamer's physical and mental state during sleep. ഉറക്കത്തിൻ്റെ ടൈമിൽ ഈ സ്വപ്നം കാണുന്ന ആൾ ഡ്രീമറിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ശരിക്കും പറഞ്ഞ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഈ ഡ്രീം മെക്കാനിസം പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട എന്തെങ്കിലും പേടി അല്ലെങ്കിൽ നമുക്ക് അടിച്ചമർത്തപ്പെട്ട എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഡ്രീംസിലൂടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, വൺ സപ്രസ്ഡ് ഫിയേഴ്സ് അല്ലെങ്കിൽ വൺ സപ്രസ്ഡ് ഡിസയേഴ്സ് ദേ ആർ ഫുൾഫിൽഡ് ത്രൂ ദിസ് ഡ്രീംസ്. സോ ഫ്രോയിഡ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ലീപ്പിംഗ് ടൈമിൽ സ്ലീപ്പിംഗ് ബ്രെയിൻ, ആ ഒരു സ്ലീപ്പിംഗ് ബ്രെയിനിൽ ഉണ്ടാവുന്ന ഇൻഫോർമേഷൻ പ്രോസസ്സിങ്, അതുമാതിരി സെൽഫ് ഓർഗനൈസേഷൻ, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രീം എന്നുള്ളത്. ഓക്കെ, സോ ഡ്രീം മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ ഷോർട്ട് നമുക്ക് പറയാം, ഇറ്റ് ഇസ് എ തിയറി പ്രൊപ്പൗണ്ടഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. അക്കോർഡിംഗ് ടു ഹിസ് തിയറി എന്താ പറയുന്നത്, ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് വാട്ട്? ഇറ്റ് ഇസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ ഡ്രീമേഴ്സ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ഡ്യൂറിങ് സ്ലീപ്പ്. ഓക്കെ, സോ വൺ സപ്രസ്ഡ് ഫിയേഴ്സ് അല്ലെങ്കിൽ വൺ സപ്രസ്ഡ് ഡിസയേഴ്സ് ആർ ആക്ച്വലി ഫുൾഫിൽഡ് ബൈ ഡ്രീംസ്. Okay, so Freud feels that dreams are the result of information processing and self-organization in the sleeping brain. Okay, so അതാണ് ഡ്രീം മെക്കാനിസം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ദ മിറർ സ്റ്റേജ് ആണ്. സോ മിറർ സ്റ്റേജ് നമ്മൾ ജക്കസ് ലെക്കാൻ എന്നുള്ള ടോപ്പിക് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. സോ എനിവേ, വാട്ട് ഈസ് മെൻ ബൈ മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്നും ഓർമ്മ കിട്ടിയില്ലെങ്കിലും മിറർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ജാക്കസ് ലാക്കൻ ഡെവലപ്പ് ചെയ്തതാണ്. ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഗോ. ഈ 2 പോയിൻറ്റ്സ് എങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, മിറർ സ്റ്റേജ് ഷോർട്ട് നോട്ട് ചോദിച്ചാൽ, ഇൻ കേസ് ഇത് ഷോർട്ട് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി അതിനെ ഡെവലപ്പ് ചെയ്ത് എഴുതണം. സോ മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഗോ. ഇത് ജാക്കസ് ലാക്കൻ്റെ ഒരു ഫേമസ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു 6 to 18 month ഓൾഡ്, ഒരു 6-18 മാസം, ആ ഒരു 6 to 18 മാസം പ്രായമാകുമ്പോൾ ഒരു കുട്ടി തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ കണ്ണാടിയിലൊക്കെ അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടിട്ട് ഒരു അമേസ്ഡ് ആവാൻ തുടങ്ങും ഒരു കുഞ്ഞ്. അപ്പോൾ ആ ഒരു സ്റ്റേജ്, ഓക്കെ, ആ ഒരു സ്റ്റേജിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് മൈൻഡ് ഓഫ് എ ചൈൽഡ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ദിസ് മിറർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ. ആ ഒരു ടൈമിൽ കുട്ടി മിററിൽ തന്നെ റിഫ്ലക്ഷൻ കാണുമ്പോൾ കുട്ടി കരുതുന്നത് എന്താണ്, അത് സംതിങ് എക്സ്റ്റേണൽ ടു ഹിം ആയിട്ടാണ്, വേറെ എന്തോ സാധനമായിട്ടാണ് കുട്ടി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഈഗോ ഡെവലപ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസാണ്. അപ്പോൾ ഇത്രയാണ് മിറർ സ്റ്റേജിൽ വരേണ്ടത്. ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഒക്കെ എഴുതുക. ഷോർട്ട് നോട്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ജാക്കസ് ലാക്കൻ, ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഈഗോ ഇൻ എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ മൈൻഡ് ഓഫ് എ ചൈൽഡ് അപ്രോക്സിമേറ്റ്ലി 6 to 18 months old, when he or she begins to recognize and to be fascinated by his or her own reflection in the mirror. At that time, the child sees his or her body as something external to him or herself. Okay, something external ആയിട്ടാണ് കരുതുക. And Lacan says that this is a major phase in the development of the ego in the child. ഓക്കെ, അപ്പോൾ അതാണ് മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. മിറർ സ്റ്റേജ് അല്ലേ, സോ മിററിൽ റിഫ്ലക്ഷൻ കണ്ട് കുട്ടി ഫാസിനേറ്റ് ചെയ്യപ്പെടുന്ന ഈഗോ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, അതാണ് മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ആൽത്തൂസേഴ്സ് ഐഡിയ ഓഫ് ഇൻ്റർപലേഷൻ. ലൂയിസ് ആൽത്തൂസർ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ലൂയിസ് ആൽത്തൂസറിൻ്റെ ഇൻ്റർപലേഷൻ എന്നുള്ള ഐഡിയനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഷോർട്ടാക്കി പറഞ്ഞാൽ ലൂയിസ് ആൽത്തൂസർ പറയുന്നത് ഇൻ്റർപലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അവരെ തന്നെ ഐഡിയോളജി ആയിട്ട് കണക്ട് ചെയ്യുന്ന മാനറിനെയാണ് ഇൻ്റർപലേഷൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ആൽത്തൂസർ. Okay, so according to Althusser, interpolation denotes the manner in which the individual connect themselves to ideology. ഓക്കെ, അപ്പോൾ ഇനി ഇതിനൊന്നുകൂടി എസ്സേ ടൈപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇൻ്റർപലേഷനിൽ പിന്നെ നമുക്ക് എന്ത് ആഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ വേറെ സബ്ജക്ട്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻ്റർപലേഷനിൽ പറയുന്നത് ത്രൂ ഐഡിയോളജിക്കൽ കോൺസെപ്റ്റാണ്. Okay, so by interpolation an individual becomes a subject connected to other subjects through what? Through certain ideological concept. ഓക്കെ, പിന്നെ ഇൻ്റർപലേഷൻ ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ബിലീവ് ചെയ്യാണ്, വിശ്വസിക്കുകയാണ്, അതായത് അവൻ അല്ലെങ്കിൽ അവൾ ഫോളോ ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഐഡിയാസ്, ചോയ്സസ്, അതൊക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വൺ, ഏറ്റവും ലോജിക്കൽ വൺസ്, അല്ലെങ്കിൽ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് ഇൻഡിവിജ്വൽ തന്നെ ബിലീവ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഇൻ്റർപലേഷൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുക. ഓക്കെ, സോ ഷോർട്ട് നോട്ടിലൊക്കെ ആൽത്തൂസേഴ്സ് ഐഡിയ ഓഫ് ഇൻ്റർപലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഇറ്റ് ഡിനോട്ട്സ് ദ മാനർ ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ കണക്ട്സ് ദംസെൽസ് ടു ഐഡിയോളജി. ഇനി അത് ഷോർട്ട് എസ്സേ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. ബൈ ഇൻ്റർപലേഷൻ ആൻ ഇൻഡിവിജ്വൽ ബിക്കംസ് എ സബ്ജക്റ്റ് കണക്റ്റഡ് ടു അതർ സബ്ജക്ട്സ് ത്രൂ സർട്ടൻ ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ്. Then interpolation is at the best when an individual thinks or believes that the values or ideas or choices he or she follows are the most logical ones or are the most natural ones. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഷോർട്ട് എസ്സേ ഏത് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മാർക്സ് ഡിഫൈൻ ഐഡിയോളജി? ഓക്കെ, എങ്ങനെയാണ് മാർക്സ് ഐഡിയോളജീനെ ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, സോ ഇതിൽ ആൽത്തൂസേഴ്സ് ഡെഫിനിഷൻ ഓഫ് ഇൻ്റർപലേഷൻ, പിന്നെ മാർക്സ് ഡെഫിനിഷൻ ഓഫ് ഐഡിയോളജി, അപ്പോൾ ഒരുപാട് പേര് എല്ലാത്തിനും ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തങ്ങളോട് മാറരുത് കേട്ടോ. അപ്പോൾ അടുത്ത മാർക്സ് എങ്ങനെയാണ് ഐഡിയോളജീനെ ഡിഫൈൻ ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ മാർക്സിസം കൺസിഡർ ചെയ്യുമ്പോൾ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മാർക്സ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഫോൾസ് കോൺഷ്യസ്നെസ് ഓർ നോളജ് അബൌട്ട് ദ റിയൽ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ പവർ റിലേഷൻസ് വിത്തിൻ ഇറ്റ്. സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, മാർക്സിസം ഒക്കെ. അപ്പം ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതൊക്കെ ക്ലിയർ ആവും. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് രീതിക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ മാർക്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു നോളജിൻ്റെ ഒരു സിസ്റ്റമാണ്. എന്തിനെ പറ്റിയിട്ടുള്ള ഫോൾസ് നോളജാണ്? തെറ്റായ ധാരണ. എന്തിനെ പറ്റിയിട്ടാണ്? സൊസൈറ്റിയുടെ എക്കണോമിക് സ്ട്രക്ചർ, ശരിക്കുള്ള സൊസൈറ്റിയുടെ എക്കണോമിക് സ്ട്രക്ചറും സൊസൈറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പവർ റിലേഷൻസിനെ പറ്റിയിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു ധാരണ, അതിൻ്റെ ഒരു സിസ്റ്റമാണ് ഐഡിയോളജി അക്കോർഡിംഗ് ടു കാൾ മാർക്സ്. ഓക്കെ, സോ മാർക്സ് അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആളുകൾക്ക് ശരിക്കും അവരുടെ ഒരു പൊസിഷൻ, സൊസൈറ്റിയിൽ അവരുടെ ഒരു പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ദിസ് ഫോൾസ് കോൺഷ്യസ്നെസ് ഓർ ഫോൾസ് നോളജ്. ഓക്കെ, സോ വാട്ട് ഇസ് കാൾ മാർക്സ് അല്ലെങ്കിൽ ഹൗ ഡസ് മാർക്സ് ഡിഫൈൻ ഐഡിയോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, ഐഡിയോളജി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ മാർക്സിസം ആൻഡ് അക്കോർഡിംഗ് ടു മാർക്സ് ഐഡിയോളജി ഈസ് എ സിസ്റ്റം ഓഫ് ഫോൾസ് കോൺഷ്യസ്നെസ് ഓർ ഫോൾസ് നോളജ് about what? About the real economic structure of the society and the power relations within it. Okay, and by this false consciousness an individual is prevented in understanding his or her original position in the society with respect to the mode of production. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ഈ പറയുന്ന ഐഡിയോളജി എന്ന് പറയുമ്പോൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ സൂപ്പർ സ്ട്രക്ചറിലാണ് ബിലോങ് ചെയ്യുന്നത്. ഇറ്റ് ബിലോങ്സ് ടു ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അത്രയാണ് മാർക്സിൻ്റെ ഐഡിയോളജീനെ പറ്റിയിട്ടുള്ളത് ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, സിസ്റ്റം ഓഫ് ഫോൾസ് നോളജ് അബൌട്ട് ദ എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് പവർ റിലേഷൻസ് ഇൻ ദ സൊസൈറ്റി. ഓക്കെ, ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ സൂപ്പർ സ്ട്രക്ചർ. Next question, what is meant by incredulity towards meta-narratives? Okay, incredulity towards meta-narratives എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇൻക്രെഡുലിറ്റി പറഞ്ഞാൽ എന്താണ്? അവിശ്വസനീയത എന്നാണ് അർത്ഥം. ഓക്കെ, ഈ മെറ്റാനറേറ്റീവ്സിൻ്റെ അടുത്തുള്ള അവിശ്വസനീയത, വാട്ട് ഈസ് മെൻ ബൈ ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാനറേറ്റീവ്സ്?
സോ ഇവിടെ ഫസ്റ്റ് എന്ന് പറയേണ്ടത് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത് ലിയോട്ടാർഡ് എന്നുള്ള ആളാണ്. ഓക്കെ, ലിയോട്ടാർഡ്, LYOTARD, ലിയോട്ടാർഡ്. സോ ലിയോട്ടാർഡ് ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാനറേറ്റീവ്സ് എന്ന് പറഞ്ഞത് പോസ്റ്റ് മോഡേണിസത്തിനെയാണ്. ഓക്കെ, സോ ലിയോട്ടാർഡ് defined postmodernism as incredulity towards meta-narratives. ഓക്കെ, സോ ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാനറേറ്റീവ്സ് വന്ന ഫസ്റ്റ് തന്നെ ആലോചിക്കേണ്ട കാര്യം ലിയോട്ടാർഡാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് മോഡേണിസത്തിനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഹി ഡിഫൈൻഡ് പോസ്റ്റ് മോഡേണിസം ആസ് ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാനറേറ്റീവ്സ്. ഇപ്പോൾ ലിയോട്ടാർഡ് ഇപ്പോൾ ഇത് ഷോർട്ട് എസ്സേയിൽ വന്നു വിചാരിക്കുക, വാട്ട് ഈസ് മെൻ ബൈ ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാനറേറ്റീവ്സ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എഴുതണം. സോ ലിയോട്ടാർഡ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നരേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ, അതുമാതിരി തന്നെ ലാംഗ്വേജ് ഗെയിംസ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നത് മെറ്റാ നരേറ്റീവ്സിലൂടെയാണ്. ഓക്കെ, സോ ഹി ഡിഫൈൻഡ് പോസ്റ്റ് മോഡേണിസം ആസ് ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാ നരേറ്റീവ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ അത് മോഡേണിസത്തിൻ്റെ ഒരു അനെക്സ് അല്ല, അതായത് മോഡേണിസത്തിൻ്റെയോടുള്ള ഒരു കൂട്ടിച്ചേർക്കലല്ല ശരിക്കും പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ, ബട്ട് ഇറ്റ് ഈസ് എ വിഡ്രോവൽ ഫ്രം ഇറ്റ്. അപ്പോൾ മോഡേണിസത്തിൽ നിന്നുള്ളൊരു വിഡ്രോവലാണ് പോസ്റ്റ് മോഡേണിസം എന്നാണ് ലിയോട്ടാർഡ് പറയുന്നത്. പക്ഷേ അതിന് മുന്നേ ഹേബർമാസ് എന്നുള്ള ആൾ പറഞ്ഞിട്ടുള്ളത് മോഡേണിസത്തിൻ്റെ ഒരു അനെക്സ്, മോഡേണിസത്തിൻ്റെ തന്നെ ഒരു അഡീഷനാണ് ഈ പോസ്റ്റ് മോഡേണിസം എന്നാണ്. ബട്ട് ലിയോട്ടാർഡ് അതിനെ എതിർക്കുന്നുണ്ട്. ലിയോട്ടാർഡ് പറയുന്നത് പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വിഡ്രോവൽ ഫ്രം മോഡേണിസം ആൻഡ് ഇറ്റ് ഇസ് എൻ ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാ നരേറ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇദ്ദേഹം എന്താ ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിയോട്ടാർഡ് ആർഗ്യൂ ചെയ്യുന്നത് പോസ്റ്റ് മോഡേൺ തിങ്കിങ് കാരണം എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഭയങ്കര ദൂരമുള്ള അൺഹേർഡ് സ്റ്റോറീസ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെയൊക്കെ കേൾക്കാത്ത കഥകളെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാനുള്ളൊരു വഴിയൊരുക്കുകയാണ് ശരിക്കും ഈ പോസ്റ്റ് മോഡേണിസം കാണിക്കുന്നത്. ഓക്കെ, സോ ഹി ആർഗ്യൂസ് ദാറ്റ് പോസ്റ്റ് മോഡേൺ തിങ്കിങ് പ്രിപ്പയർഡ് എ വേ ഫോർ ദ സോ ഫാർ അൺഹേർഡ് സ്റ്റോറീസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. സോ ലിയോട്ടാർഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സ്മോൾ നരേറ്റീവ്സിനെക്കാട്ടിലും ഗ്രാൻഡ് നരേറ്റീവ്സിന് പ്രിഫറൻസ് കൊടുക്കാൻ തുടങ്ങി. ഗ്രാൻഡ് നരേറ്റീവ്സ് എന്ന് പറയുമ്പോൾ മോഡേണിസം, മാർക്സിസം പോലുള്ള ഗ്രാൻഡ് നരേറ്റീവ്സ്, കാരണം അവരൊക്കെ എന്ത് ചെയ്യും, ഐഡിയോളജീസിനെ ഒരു ലാർജർ ലെവലിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പോസ്റ്റ് മോഡേൺ പീരിയഡ് മെറ്റാ നരേറ്റീവ്സിനെ അൺട്രസ്റ്റ് വർത്തി ആയിട്ടാണ് കാണുന്നത്, വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടാണ് പോസ്റ്റ് മോഡേൺ വ്യൂസ് എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന മെറ്റാ നരേറ്റീവ്സ് ഒരു സത്യത്തിൻ്റെ ഒരു പാർഷ്യൽ സൈഡ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ, സോ പോസ്റ്റ് മോഡേൺ വ്യൂ പ്രകാരം മെറ്റാ നരേറ്റീവ് അൺട്രസ്റ്റ് വർത്തിയാണ്. ആൻഡ് ലിയോട്ടാർഡ് പറയുന്നത് മെറ്റാ നരേറ്റീവിൻ്റെ അടുത്തുള്ള വിശ്വസനീയത കാണിക്കുന്നത് പോസ്റ്റ് മോഡേണിസം ആണെന്നാണ്. ഓക്കെ, സോ എനിവേ വാട്ട് ഈസ് മെൻറ്റ് ബൈ ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാ നരേറ്റീവ്സ് എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് ഓർക്കേണ്ടത് ലിയോട്ടാർഡാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹി റെഫേർഡ് പോസ്റ്റ് മോഡേണിസം ആസ് ഇൻക്രെഡുലിറ്റി ടുവേർഡ്സ് മെറ്റാ നരേറ്റീവ്സ്. ആൻഡ് പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് മോഡേണിസം ഇസ് നോട്ട് ആൻ അനെക്സ് ടു മോഡേണിസം ബട്ട് ആൻ വിഡ്രോവൽ ഫ്രം ഇറ്റ്. withdrawal from modernism ആണ്. And he argues that postmodern way of thinking prepared a way for the so far unheard stories of different groups. Okay, so postmodern views this postmodern period views meta-narratives as untrustworthy because it only gives a partial side of the truth. അത്രയാണ് incredulity towards meta-narratives വരുന്നത്. Next question, what according to Stuart Hall are the two paradigms of culture studies? Okay, what according to Stuart Hall culture studies in the two paradigms ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ് സ്റ്റുവർട്ട് ഹോൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So according to Stuart Hall, two paradigms of this culture studies എന്ന് പറയുന്നത് കൾച്ചറലിസം, സ്ട്രക്ചറലിസം ആണ്. Okay, two paradigms of culture studies according to Stuart Hall are culturalism and structuralism. Okay, so the fundamental difference between these two paradigms, അതായത് കൾച്ചറലിസം അതുപോലെ തന്നെ സ്ട്രക്ചറലിസം, ഈ രണ്ട് പാരഡിഗംസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹൗ ദേ അണ്ടർസ്റ്റാൻഡ് കൾച്ചർ. ഓക്കെ, അവരെങ്ങനെയാണ് കൾച്ചറിനെ പെർസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതിലാണ് ഈ രണ്ടെണ്ണം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ between this culturalism and structuralism. Okay, so according to culturalism എന്താണ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസ്, അയാൾ ജീവിച്ച് തീർത്ത ഒരു അനുഭവങ്ങളാണ് കൾച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു കൾച്ചറലിസം. Okay, so according to culturalism, lived experience of human beings determines culture and it is the product of human action in historical and material context. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ കോണ്ടെക്സ്റ്റിലൊക്കെ ഉള്ള ഹ്യൂമൻ ആക്ഷൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും കൾച്ചർ എന്നാണ് കൾച്ചറലിസം പറയുന്നത്. ഓക്കെ, പക്ഷേ സ്ട്രക്ചറലിസം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹ്യൂമൻ എക്സ്പീരിയൻസ് തന്നെ ഷേപ്പ് ചെയ്യപ്പെടുന്നത് സൊസൈറ്റിയിലുള്ള അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് കൊണ്ടാണ്.
സൊസൈറ്റിയിലുള്ള അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് കൊണ്ടാണ് ഈ ഹ്യൂമൻ എക്സ്പീരിയൻസ് തന്നെ ഷേപ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഈ ഒരു അണ്ടർലൈൻ സ്ട്രക്ചേഴ്സ് ഇൻ ദ സൊസൈറ്റിയാണ് സോഴ്സ് ഓഫ് ദ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ ഹ്യൂമൻ എക്സ്പീരിയൻസ് അല്ല സോഴ്സ് ഓഫ് ദ കൾച്ചർ. ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കൾച്ചറിൻ്റെ ഒരു എഫക്റ്റ് ആണെന്നാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ഓക്കെ, സോ കൾച്ചറലിസം എന്ന് പറയുമ്പോൾ കൾച്ചറിന് സെൻറ്ററായിട്ട് ഹ്യൂമൻ എക്സ്പീരിയൻസിനെയാണ് ഇടുന്നത്. പക്ഷേ സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങനെയല്ല, ഹ്യൂമൻ എക്സ്പീരിയൻസ് അല്ല സെൻറ്റർ ടു കൾച്ചർ എന്നാണ് സ്ട്രക്ചറലിസം പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു സ്റ്റുവർട്ട് ഹോൾ ദ 2 പാരഡിഗംസ് ഓഫ് കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നത് കൾച്ചറലിസം ആൻഡ് സ്ട്രക്ചറലിസം ആണ്. അപ്പോൾ കൾച്ചറലിസം പറഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു കൾച്ചറലിസം ദ ലിവിങ് എക്സ്പീരിയൻസ് ഓഫ് ദ ഹ്യൂമൻ ബീങ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കൾച്ചർ. Okay, so it is the product of human action in historical and material context. But according to structuralism, what is the difference? They believe that human experience itself is a product of underlying structures in the society, and this underlying structures in the society is the source of culture. Human experience is not the source of culture, it is the effect of culture. So culturalism places human experience central to culture, whereas structuralism places this underlying structures in the society as central to the culture. That is the difference, and these are the 2 paradigms of culture studies according to Stewart Hall. Okay, next question, explain the relationship between textuality and historicity in new historicism. Okay, ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ വരുന്ന ടെക്സ്റ്റുവാലിറ്റിയും ഹിസ്റ്റോറിസിറ്റിയും അത് തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു കാര്യം ലൂയിസ് മോൺട്രോസ് എന്നുള്ള ആളാണ് ഇതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. അതായത് ന്യൂ ഹിസ്റ്റോറിസത്തിൽ ടെക്സ്റ്റുവാലിറ്റിയും ഹിസ്റ്റോറിസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, അതുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് പിന്നിലെ ആളെന്ന് പറയുന്നത് ലൂയിസ് മോൺട്രോസ് ആണ്. ഓക്കെ, സോ ലൂയിസ് മോൺട്രോസിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡിക്റ്റം അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു നിർദ്ദേശം എന്നൊക്കെ പറയാം, ദാറ്റ് ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ടെക്സ്റ്റ് ആൻഡ് ടെക്സ്റ്റുവാലിറ്റി ഓഫ് ദ ഹിസ്റ്ററി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? ഹിസ്റ്റോറിസിറ്റി ഓഫ് ടെക്സ്റ്റിൻ്റെ ഒരു ചരിത്ര സംബന്ധമായിട്ടുള്ള കാര്യം, ഹിസ്റ്റോറിസിറ്റി ഓഫ് ടെക്സ്റ്റും ടെക്സ്റ്റുവാലിറ്റി ഓഫ് ഹിസ്റ്ററി, പിന്നെ ഹിസ്റ്ററിയുടെ ആ ഒരു ടെക്സ്റ്റുവാലിറ്റി, ദാറ്റ് മീൻസ് ടെക്സ്റ്റ് ബേസിലുള്ള കാര്യങ്ങൾ. ആ ഒരു അതായത് ഈ ലൂയിസ് മോൺട്രോസിൻ്റെ ഒരു ഫേമസ് ഡിക്റ്റം അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. So that encapsulates the essence of new historicist literary theory. ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ലിറ്റററി തിയറീൻ്റെ ആ ഒരു എസെൻസ്, ഓക്കെ, ആ ഒരു മൊത്തം സമ്മറി എൻക്യാപ്സുലേറ്റ് ചെയ്യുന്ന ഒരു ഡിക്റ്റം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആക്ച്വലി ഈ ലൂയിസ് മോൺട്രോസ് പറഞ്ഞത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ചോദിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റുവാലിറ്റി ആൻഡ് ഹിസ്റ്റോറിസിറ്റി ന്യൂ ഹിസ്റ്റോറിസിസ് ആണ്. സോ ഫസ്റ്റ് പറയുക ലൂയിസ് മോൺട്രോസ് എന്നുള്ള ആളുടെ ഫേമസ് ഡിക്റ്റമാണ് ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് ടെക്സ്റ്റ് ആൻഡ് ടെക്സ്റ്റുവാലിറ്റി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ആൻഡ് ദാറ്റ് എൻക്യാപ്സുലേറ്റ് ദ എസെൻസ് ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ലിറ്റററി തിയറി. പിന്നെ ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക. ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെക്സ്റ്റിനെ നമ്മൾ കണ്ടെക്സ്റ്റുവലൈസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് കണ്ടെക്സ്റ്റുവലൈസ് ചെയ്യുന്നത്? വിത്തിൻ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ്. ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻ്റെ ബേസിൽ ഒരു ടെക്സ്റ്റിനെ കണ്ടെക്സ്റ്റുവലൈസ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റുവാലിറ്റി ഓഫ് ദ ഹിസ്റ്ററി പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററിനെ ടെക്സ്റ്റുവലൈസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ടെക്സ്റ്റുവാലിറ്റി ഓഫ് ദ ഹിസ്റ്ററി പറഞ്ഞാൽ അത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് പൊസിഷനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൈക്കൽ ഫൗക്കാൾട്ട് തിയറി ഓഫ് ദ പവർ പറഞ്ഞ മാതിരിയുള്ളൊരു എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് പൊസിഷനാണ് ടെക്സ്റ്റുവാലിറ്റി ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റുവാലിറ്റി ആൻഡ് ഹിസ്റ്റോറിസിറ്റി ഇൻ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഓർത്തിരിക്കേണ്ട ആൾ ലൂയിസ് മോൺട്രോസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിക്റ്റം ഉണ്ട്, ദാറ്റ് ഈസ് ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ടെക്സ്റ്റ് ആൻഡ് ടെക്സ്റ്റുവാലിറ്റി ഓഫ് ദ ഹിസ്റ്ററി. ആ ഡിക്റ്റം എന്താ പറയുന്നത്? ഇറ്റ് എൻക്യാപ്സുലേറ്റ്സ് ദ എസെൻസ് ഓഫ് ദ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ലിറ്റററി തിയറി. പിന്നെ ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കണ്ടെക്സ്റ്റുവലൈസിങ് ഓഫ് ദ ടെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻസ്. ഓക്കെ, ആൻഡ് ടെക്സ്റ്റുവാലിറ്റി ഓഫ് ദ ഹിസ്റ്ററി മീൻസ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് പൊസിഷൻ as informed by the theory of power, okay, as stated by Michael Foucault. Okay, so contextualizing the text within the historical and cultural context ആണ്, or cultural conditions ആണ് historicity of the text എന്ന് പറഞ്ഞാൽ. ടെക്സ്റ്റുവാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റുവാലിറ്റി പറഞ്ഞാൽ ടെക്സ്റ്റുവാലിറ്റി ഓഫ് ഹിസ്റ്ററി പറഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിസിസ്റ്റ് പൊസിഷനാണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ വന്ന അത്രയും കാര്യങ്ങൾ എഴുതാം. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെക്സ്റ്റുവാലിറ്റി ആൻഡ് ഹിസ്റ്റോറിസിറ്റി ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്
ലൂയിസ് മോൺട്രോസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ഡിക്റ്റം ദറ്റ് ഹിസ്റ്റോറിസിറ്റി ഓഫ് ദ ടെക്സ്റ്റ് ആൻഡ് ടെക്സ്റ്റുവാലിറ്റി ഓഫ് ദ ഹിസ്റ്ററി എൻക്യാപ്സുലേറ്റ് ദ എസെൻസ് ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസ് ലിറ്റററി തിയറി എഴുതുക. ദെൻ ജസ്റ്റ് ഹിസ്റ്റോറിസിറ്റി എന്താണ്, ടെക്സ്റ്റുവാലിറ്റി എന്താണെന്നും കൂടി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ സോഷ്യൽ ആക്ഷൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, ഹ്യൂമൻ്റെ സാമൂഹികമായിട്ടുള്ള ഓരോ പ്രവൃത്തികളുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ അതിൽ ഫിസിക്കൽ ബിഹേവിയേഴ്സ് മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടിയും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഈ ഒരാൾ ഹ്യൂമൻ എങ്ങനെയാണ് ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്, സോ ദ കോണ്ടെക്സ്റ്റ് ആസ് ഇൻ്റർപ്രിറ്റഡ് ബൈ ദ ആക്ടേഴ്സ്, അതും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ അണ്ടർസ്റ്റുഡ് ബൈ ആൻ ഔട്ട്സൈഡർ. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, സോ തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിളാണ്. ദാറ്റ് ഇസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹ്യൂമൻ സോഷ്യൽ ആക്ഷൻ. Okay, and it describes not just the physical behavior but their context also as interpreted by the actor, so that is well understood by an outsider. ഓക്കെ, സോ ഈ ഒരു തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ടിപ്പിക്കലി എന്തൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റീവ് എക്സ്പ്ലനേഷൻസിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് എ റെക്കോർഡ് ഓഫ് ദ സബ്ജക്റ്റീവ് എക്സ്പ്ലനേഷൻ, അതുമാതിരി തന്നെ മീനിങ്സ് പ്രൊവൈഡഡ് ബൈ ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ദ ബിഹേവിയേഴ്സ്. ഈ പറയുന്ന ബിഹേവിയേഴ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസും മീനിങ്സൊക്കെ ഈ ഒരു പറയുന്ന തിക്ക് ഡിസ്ക്രിപ്ഷൻസിൽ എന്താണ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് മേക്സ് ഡാറ്റ മോർ റിലയബിൾ. അതുമാതിരി തന്നെ വേറെ അതിൻ്റെ കണ്ടിന്യൂസ് സ്റ്റഡീസിനൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ കൊടുക്കുന്ന രീതിക്ക് ഒരു കളക്റ്റഡ് ഡാറ്റ നമുക്ക് കിട്ടും. സോ തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഷോർട്ട് നോട്ട് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഹ്യൂമൻ സോഷ്യൽ ആക്ഷൻ ആണ്. ദാറ്റ് ഡിസ്ക്രൈബ്സ് നോട്ട് ജസ്റ്റ് ദ ഫിസിക്കൽ ബിഹേവിയർ ബട്ട് ഓൾസോ ദിയർ കോണ്ടെക്സ്റ്റ് ആസ് ഇൻ്റർപ്രിറ്റഡ് ബൈ ദ ആക്ടർ, സോ ദാറ്റ് ഇറ്റ് ഈസ് വെൽ അണ്ടർസ്റ്റുഡ് ബൈ ആൻ ഔട്ട്സൈഡർ. Okay, then it adds a record of the explanations and meanings given by the people engaged in the behaviors. Okay, so this collected data will provide a greater value for the studies by others. So ഇത്രയും ഓർക്കപ്പോൾ ഇതിലൊന്നും ഓർത്തില്ലെങ്കിലും തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സോഷ്യൽ ആക്ഷൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. അതിൽ ഫിസിക്കൽ ബിഹേവിയർ മാത്രമല്ല വരുന്നത്, കോണ്ടെക്സ്റ്റ് കൂടി വരുന്നുണ്ട്. ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് തിക്ക് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കേറ്റ് മില്ലറ്റ്സ് നോഷൻ ഓഫ് സെക്ഷുവൽ പൊളിറ്റിക്സ് ആണ്. കേറ്റ് മില്ലറ്റിൻ്റെ സെക്ഷുവൽ പൊളിറ്റിക്സ് എന്നുള്ള ഒരു നോഷൻ, അതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കേറ്റ് മില്ലറ്റിൻ്റെ ആക്ച്വലി സെക്ഷുവൽ പൊളിറ്റിക്സ് എന്നുള്ളത് അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് പാത്ത് ബ്രേക്കിംഗ് ബുക്കാണ്. ഓക്കെ, പല രീതിക്കും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ബുക്കാണ്. ഇതിനെ നമ്മളൊരു ഫെമിനിസ്റ്റ് ക്ലാസിക് എന്ന് പറയാറുണ്ട്. അതുമാതിരി തന്നെ സെക്കൻഡ് വേവ് ഫെമിനിസം, 3 waves ഓഫ് ഫെമിനിസം ഉണ്ട്. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് ആൻഡ് തേർഡ് വേവ്. അതിൽ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ, ഒരു പ്രകടന പത്രികയായിട്ടും കൂടിയും ഈ ഒരു സെക്ഷുവൽ പൊളിറ്റിക്സിനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇതൊന്നും അല്ലാതെ ഇറ്റ് ഈസ് എ ഫൗണ്ടിങ് ടെക്സ്റ്റ് ഓഫ് റാഡിക്കൽ ഫെമിനിസ്റ്റ് തിയറി. റാഡിക്കൽ ഫെമിനിസ്റ്റ് തിയറിയുടെ ഒരു ഫൗണ്ടിങ് ടെക്സ്റ്റ് കൂടിയാണ് ഈ പറയുന്ന സെക്ഷുവൽ പൊളിറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ സെക്ഷുവൽ പൊളിറ്റിക്സ് എന്നുള്ള ഈ ഒരു ബുക്ക് കേറ്റ് മില്ലറ്റ് പറയുന്നത് അത് അവരുടെ ഒരു അറ്റംപ്റ്റ് ആണ്. എന്തിനുള്ള അറ്റംപ്റ്റ് ആണ്? ടു പ്രൂവ് ദാറ്റ് സെക്സ് ഇസ് എ സ്റ്റേറ്റസ് കാറ്റഗറി വിത്ത് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്. ഒരുപാട് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവമാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റാറ്റസ് കാറ്റഗറിയിൽ സെക്സിനെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈവൺ ഇൻ സെക്സ് എന്താണ് പവർ റിലേഷൻഷിപ്സ് സ്ട്രക്ചേർഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ക്ലാസ് അല്ലെങ്കിൽ റേസ് അല്ലെങ്കിൽ കാസ്റ്റ്, അതിലൊക്കെ ഒരു സെക്ഷൻ ഡോമിനൻ്റ്, ഒരു സെക്ഷൻ മാർജിനലൈസ്ഡ് ആണ്. അതേമാതിരി തന്നെ സെക്സിലും ഒരു സെക്ഷൻ ഡോമിനൻ്റ് ആണ്, അടുത്ത സെക്ഷൻ മാർജിനലൈസ്ഡ് ആണ്. ഈ ഒരു കാര്യമാണ് ഇവർ ഈ ഒരു ഇതിലൂടെ മെയിനായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു സെക്ഷുവൽ പൊളിറ്റിക്സ് ബൈ കേറ്റ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഷോർട്ട് നോട്ട് ആകുമ്പോൾ നമുക്ക് ഇത്രയൊന്നും എഴുതണ്ട, ബട്ട് ഇത് ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് സെക്ഷുവൽ പൊളിറ്റിക്സ് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ്? സെക്ഷുവൽ പൊളിറ്റിക്സ് 1970 കേറ്റ് മില്ലറ്റ്സ് ഇറക്കിയ ഒരു ബുക്കാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് പാത്ത് ബ്രേക്കിംഗ് ബുക്ക്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫെമിനിസ്റ്റ് ക്ലാസിക് ആൻഡ് ഓൾസോ ആസ് എ മാനിഫെസ്റ്റോ ഓഫ് ദ സെക്കൻഡ് വേവ് ഫെമിനിസം. Okay, പിന്നെ apart from all this, it is the founding text of the radical feminist theory. Okay, so sexual politics by Kate Millett is an attempt to prove that sex is a status category with political implications. Okay, and by positing this sex as a status category, Kate Millett is arguing that power relationships in the sex is also structured, just like in case of caste,
or class or race. In sex also there is one section is dominant and other one is marginalized. So this is what she is trying to argue through the book Sexual Politics. അപ്പോൾ അതാണ് കേറ്റ് മില്ലറ്റിൻ്റെ നോഷൻ ഓഫ് സെക്ഷുവൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ജെൻഡർ ആസ് പെർഫോമേറ്റിവിറ്റി? ഓക്കെ, അവിടെ പെർഫോമിറ്റിവിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ശരിക്കും പെർഫോർമേറ്റിവിറ്റിയാണ്, MEATIVITY ആണ് കേട്ടോ. പെർഫോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രകടനക്ഷമത എന്നൊക്കെയാണ് മീനിങ്. സോ ജെൻഡർ, ഓക്കെ, ജെൻഡർ മീൻസ് എന്താണ്? ലിംഗം. സോ ജെൻഡർ എന്നുള്ളത് ഒരു പെർഫോമേറ്റിവിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഷോർട്ട് എസ്സേയിലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെൻഡർ ആസ് പെർഫോമേറ്റിവിറ്റി ഷോർട്ട് എസ്സേയിൽ ചോദിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടിലാണെങ്കിൽ ഇതുമാതിരി വാട്ട് ഈസ് മെൻറ്റ് ബൈ ജെൻഡർ ആസ് പെർഫോമേറ്റിവിറ്റി ചോദിക്കും. അറ്റ് ദ സെയിം ടൈം ഷോർട്ട് എസ്സേയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ, ഈ ജെൻഡർ ആസ് പെർഫോമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഫിലോസഫർ, അതുമാതിരി തന്നെ ഒരു ഫെമിനിസ്റ്റ് ഫിലോസഫർ ആയിട്ടുള്ള ജൂഡിത്ത് ബട്ട്ലർ, അവരുടെ ഒരു ഐഡിയയാണ് ഈ പറയുന്ന ജെൻഡർ ആസ് പെർഫോമേറ്റിവിറ്റി എന്നുള്ളത്. Okay, it is an idea propounded by the American feminist philosopher Judith Butler. ഇവർ ഈ ഒരു ഐഡിയ എഴുതിയിട്ടുള്ളത് അവരുടെ ബുക്കായിട്ടുള്ള ജെൻഡർ ട്രബിൾ എന്നുള്ള ബുക്കിലാണ്. ഓക്കെ, 1990 ജെൻഡർ ട്രബിൾ എന്നുള്ള ബുക്കിലാണ് ഈ ഒരു ഐഡിയ അവർ പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്താ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു മാൻ അല്ലെങ്കിൽ ഒരു വുമൺ സൊസൈറ്റിയിൽ അവർക്കുള്ള ഐഡൻറ്റിറ്റി, അവരുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ബേസ്ഡ് അപ്പോൺ ദ നോഷൻ ഓഫ് ഹെട്രോസെക്ഷുവാലിറ്റി. ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സെക്സിൻ്റെ അടുത്തായിരിക്കും അട്രാക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ she is saying that the identity that a man or a woman wear in a society is entirely dependent or entirely based upon the notion of heterosexuality. ഓക്കെ, സോ ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര സ്ട്രോങ്ങർ ആയിരുന്നു. ദാറ്റ് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ സൊസൈറ്റി, ഹെട്രോസെക്ഷുവാലിറ്റി. സോ ആ ഒരു ടൈമിൽ അവർ ടാബു എന്നുള്ള ടേം യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ടു എക്സ്പ്ലെയിൻ ദാറ്റ് ദ സൊസൈറ്റി ഈസ് ബിൽറ്റ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ഹോമോസെക്ഷുവാലിറ്റി. ഹോമോസെക്ഷൽ എന്ന് പറഞ്ഞാൽ സെയിം സെക്സിൻ്റെ അടുത്ത് അട്രാക്ഷൻ ഉള്ള ആളുകൾ. സോ ഹോമോസെക്ഷുവാലിറ്റീനെ പ്രൊഹിബിറ്റ് ചെയ്തും കൊണ്ടാണ് സൊസൈറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജൂഡിത്ത് ബട്ട്ലർ യൂസ് ചെയ്ത ടേമാണ് ടാബു. ടാബു മീൻസ് ഒരു വിലക്ക് എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ്. ഇപ്പോൾ ഹെട്രോസെക്ഷുവാലിറ്റിയുടെ ബേസിലാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുകയാണ്. സോ അപ്പോൾ അവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് അബൌട്ട് ദ ഐഡൻറ്റിറ്റി ഓഫ് ഹോമോസെക്ഷുവൽസ് അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഐഡൻറ്റിറ്റി എന്താണ്? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷോർട്ട് എസ്സേയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് കുറച്ചധികം പോയിന്റ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻ ഷോർട്ട് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്, അല്ലാതെ അത് സംതിങ് ബയോളജിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ അല്ല. ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് ഡിറ്റർമൈൻഡ് ബയോളജിക്കലി ഓർ ബൈ നേച്ചർ. ഓക്കെ, സോ ജെൻഡർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ജെൻഡറിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ്, അതിലൂടെയാണ് ജെൻഡർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ആക്ച്വലി എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു തേർഡ് ജെൻഡറാണ്. മെയിൽ ജെൻഡർ, ഫീമെയിൽ ജെൻഡർ പോലെ തന്നെ ഒരു തേർഡ് ജെൻഡറാണ് ആക്ച്വലി ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ. സോ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ അവരൊരു ഭയങ്കര ഒരു കുറ്റമൊന്നുമല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേ ഓഫ് ലിവിങ്. ആ കാര്യങ്ങളൊക്കെയാണ് അവരിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ പെർഫോമേറ്റീവ് ഫങ്ഷൻ ഓഫ് ദ ലാംഗ്വേജ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രകടനക്ഷമത, അതായത് ലാംഗ്വേജിൻ്റെ പവർ ടു എഫക്റ്റ് ചേഞ്ച് ഇൻ ദ വേൾഡ്. അപ്പോൾ അതാണ് പെർഫോമേറ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ദ പവർ ഓഫ് ദ ലാംഗ്വേജ് ടു എഫക്റ്റ് ചേഞ്ച് ഇൻ ദ വേൾഡ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ കോൺസ്റ്റേറ്റീവ് പവർ ഓഫ് ദ ലാംഗ്വേജ്. ലാംഗ്വേജിന് രണ്ട് പവർ ഉണ്ട്, പെർഫോമേറ്റീവ് പവറും കോൺസ്റ്റേറ്റീവ് പവറും. പെർഫോമേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാനുള്ള പവറാണ്. കോൺസ്റ്റേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിനോമിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു പവർ, അതാണ് കോൺസ്റ്റേറ്റീവ് പവർ. സോ ഇവിടെ കാണുന്നത് എന്താണ്? പെർഫോമേറ്റീവ് പവർ ഓഫ് ദ ലാംഗ്വേജ് ആണ് ടു ബ്രിങ് എ ചേഞ്ച്, ഓക്കെ, ഇൻ ദ വ്യൂസ് ഓൺ ട്രാൻസ്ജെൻഡേഴ്സ് ഓർ വ്യൂസ് ഓൺ ജെൻഡർ ഇൻ ദ സൊസൈറ്റി. സോ നമ്മളിവിടെ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്, അത് ഷോർട്ട് എസ്സേ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഇൻ ഷോർട്ട്, വാട്ട് ഈസ് മെൻ ബൈ ജെൻഡർ ആസ് പെർഫോമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, it is an idea propounded by American feminist philosopher Judith Butler in her book Gender Trouble, and she is saying that the identity that a man or a woman wears in the society is entirely based on the notion of heterosexuality. ഓക്കെ, ആൻഡ് പിന്നെ ഷോർട്ടായിട്ട് പറയുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഷ്യൽ കൺസ്ട്രക്ട്, ഇറ്റ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ്, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഡിറ്റർമൈൻഡ് ബയോളജിക്കലി ഓർ ബൈ നേച്ചർ. സോ ദിസ് ട്രാൻസ്ജെൻഡർ ഇസ് എ തേർഡ് ജെൻഡർ ആക്ച്വലി.
okay, apart from this male and female, and this is the performative function of language, that is the power of language to effect change in the world, apart from the constitutive power of language, which is something the power used to describe a phenomena. Okay, അപ്പോൾ അതാണ് ജെൻഡർ ആസ് പെർഫോമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ പ്രസൻറ്റ് ഹസ് ക്രിട്ടിക് ഓഫ് നേഷൻ? ക്രിട്ടിക് ഓഫ് നേഷൻ, അതായത് നേഷനെ പറ്റിയിട്ടുള്ളൊരു ക്രിട്ടിക്ക് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ എങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട് 1983 ബെനഡിക്റ്റ് ആൻഡേഴ്സൺ റിലീസ് ചെയ്ത ബുക്കാണ് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു ബുക്കിൽ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ നേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ്. ഓക്കെ, സോ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ ഡിഫൈൻഡ് നേഷൻ ആസ് ആൻ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി ഇൻ ഹിസ് ബുക്ക് ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളൊരു ബുക്ക് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ 1983 പബ്ലിഷ് ചെയ്തു. ആൻഡ് അതിൽ അദ്ദേഹം നേഷൻ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇമാജിൻഡ് കമ്മ്യൂണിറ്റി, നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ കളക്റ്റീവ് ഇമാജിനേഷനിലുള്ളൊരു കമ്മ്യൂണിറ്റി എന്നതിൽ അപ്പുറം എന്താണ്, നേഷൻ എന്ന് പറഞ്ഞാൽ വേറെയും ഒരുപാട് എലമെൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, ലൈക്ക് ലാംഗ്വേജ്, റേസ്, മെമ്മറി, ട്രഡീഷൻ, അങ്ങനെയുള്ള ഒരുപാട് എലമെൻസിനെ നേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Okay, it depends on the collective existence of many elements like this language, race, memory and tradition. Okay, so Benedict Anderson എങ്ങനെയാണ്, how does Benedict Anderson present his critique of nation എന്ന് പറഞ്ഞാൽ ഇത്രയും പറയുക, that Benedict Anderson defined nation as an imagined community in his 1983 book Imagined Communities. Okay, so he is considering nation as an imagined community. So in addition to being a community in the collective imagination of people, he is also saying that nation depend on the collective existence of many elements like language, race, okay, memory and tradition. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ നേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ വേ ബൈ വിച്ച് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ പ്രസൻറ്റ് ഹിസ് ക്രിട്ടിക് ഓഫ് നേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി ടു ഫീച്ചേഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ ആണ്. എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ്റെ ടോട്ടൽ 4 ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 2 ഫീച്ചറേ ചോദിച്ചിട്ടുള്ളൂ. ബട്ട് എനിവേ എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ്റെ 4 ഫീച്ചറും ഞാൻ പറയാം. അത് ഷോർട്ട് എസ്സേയിൽ വന്നാൽ ഈ 4 ഫീച്ചേഴ്സ് എഴുതാം. ഓക്കെ, സോ എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ്റെ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, നോൺ ഹ്യൂമൻ എൻവിറോൺമെൻറ്റ് ഇസ് പ്രസൻറ്റ് നോട്ട് മിയർലി ആസ് എ ഫ്രെയിമിംഗ് ഡിവൈസ് ബട്ട് ആസ് എ പ്രസൻസ് വിച്ച് സജസ്റ്റ് ദാറ്റ് ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നോൺ ഹ്യൂമൻ എൻവിറോൺമെൻറ്റിനെ, ഈ എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ്റെ ഒന്നാമത്തെ ഫീച്ചറാട്ടോ പറയുന്നത്, നോൺ ഹ്യൂമൻ എൻവിറോൺമെൻറ്റിനെ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത് വെറൊരു ഫ്രെയിമിംഗ് ഡിവൈസ് ആയിട്ട് മാത്രമല്ല. ഓക്കെ, അതിലൂടെ ഇവർ സജസ്റ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹിസ്റ്ററി, നാച്ചുറലിൻ്റെ ഹിസ്റ്ററിയിൽ ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയും സജസ്റ്റ് ചെയ്യുന്നുണ്ട് നോൺ ഹ്യൂമൻ എൻവിറോൺമെൻറ്റ് വെച്ചിട്ട്. Okay, that is the first feature. Okay, the non-human environment is present not merely as a framing device but as a presence which suggests that human history is implicated in the natural history. Second point എന്ന് പറഞ്ഞാൽ, human history is not understood to be the only legitimate interest. അതായത് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ പ്രകാരം ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ്, നീതിപൂർവമായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റിനെ മാത്രമല്ല. ഓക്കെ, ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം ഹ്യൂമൻ ഇൻട്രസ്റ്റ് മാത്രമല്ല എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് എ സെക്കൻഡ് ഫീച്ചർ. ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഇസ് നോട്ട് അണ്ടർസ്റ്റുഡ് ആസ് ദ ഓൺലി ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ്റെ എൻവിറോൺമെൻറ്റിൻ്റെ നേർക്കുള്ള അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ എത്തിക്കൽ ഓറിയൻറ്റേഷൻ്റെ പാർട്ടാണ്. എത്തിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധാർമ്മികപരമായിട്ടുള്ള ഒരു ക്രമീകരണം, അതിൻ്റെ ഒരു പാർട്ടാണ് ഒരാൾക്ക് എൻവിറോൺമെൻറ്റിൻ്റെ അടുത്തുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് തേർഡ് ഫീച്ചർ. ഹ്യൂമൻസ് അക്കൗണ്ടബിലിറ്റി ടു എൻവിറോൺമെൻറ്റ് ഇസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദ ടെക്സ്റ്റ് എത്തിക്കൽ ഓറിയൻറ്റേഷൻ. ആൻഡ് ഫോർത്ത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ, സം സെൻസ് ഓഫ് ദ എൻവിറോൺമെൻറ്റ് ആസ് എ പ്രോസസ് റാദർ ദാൻ ആസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയും പറയുന്നുണ്ട്. അതായത് എൻവിറോൺമെൻറ്റ് ഒരു കോൺസ്റ്റൻറ്റ് എന്നുള്ളതിലുപരി ഒരു പ്രോസസ്സായിട്ട്
എന്ത് ചെയ്യുന്നുണ്ട്, സെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ 4 ഫീച്ചേഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ. ഇവിടെ എന്തായാലും 2 ഫീച്ചേഴ്സേ ചോദിച്ചിട്ടുള്ളൂ, ബട്ട് 4 ഫീച്ചേഴ്സും പഠിച്ചു വയ്ക്കുക. എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ ഷോർട്ട് എസ്സേയിൽ ചോദിച്ചാൽ 4 എഴുതുക. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത്, നോൺ ഹ്യൂമൻ എൻവിറോൺമെൻറ്റ് ഇസ് പ്രസൻറ്റ് നോട്ട് മിയർലി ആസ് എ ഫ്രെയിമിംഗ് ഡിവൈസ് ബട്ട് ആസ് എ പ്രസൻസ് വിച്ച് സജസ്റ്റ് ദാറ്റ് ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി. Second one, human interest is not understood to be the only legitimate interest. And third one, human accountability or human responsibility to the environment is actually a part of the text ethical orientation. And last one, some sense of the environment as a process rather than a constant. Okay, അപ്പോൾ ഇതാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു 2 മാർക്കിൽ ലിറ്റററി തിയറിയിൽ വരുന്ന ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെൻഡ് ബൈ ആർബിട്രറിനെസ് ഇൻ സോഷ്യോസ് ലിംഗ്വിസ്റ്റിക്സ്. സോഷ്യോസ് ലിംഗ്വിസ്റ്റിക്സിൽ ആർബിട്രറിനെസ്, അതായത് ഏകപക്ഷീയത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫെർഡിനാൻഡ് ഡി സോഷ്യൂറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ആർബിട്രറിനെസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ ആർബിട്രറിനെസ് ഇൻ സോഷ്യോസ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത്, അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഐഡിയയാണ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്നുള്ളത്. ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഓക്കെ, സോ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നിഫയർ എന്ന് പറയുമ്പോൾ ദാറ്റ് സൗണ്ട് ഇമേജിനെയാണ് പറയുന്നത്. സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെയാണ് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൗണ്ട് ഇമേജ്, അതായത് സിഗ്നിഫയർ, ആൻഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് സിഗ്നിഫൈഡ് എന്താണ്? അൺസ്റ്റേബിളും ആർബിട്രറിയാണ്. ഓക്കെ, അത് ആർബിട്രറിയാണ്. ദാറ്റ് ഈസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, നിയമാനുസൃതമൊന്നുമല്ല. ഇറ്റ് ഇസ് ആർബിട്രറി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അൺസ്റ്റേബിൾ. ആൻഡ് മാത്രമല്ല, ഈ 2 ടേംസും സിഗ്നിഫയർ ആണെങ്കിലും സിഗ്നിഫൈഡ് ആണെങ്കിലും ദേ ആർ സൈക്കോളജിക്കൽ ഇൻ നേച്ചർ. അവിടെ ഒരു 1-to-1 റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ആർബിട്രറിനെസ് ഇൻ സോഷ്യോസ് ലിംഗ്വിസ്റ്റിക്. അപ്പോൾ ആർബിട്രറിനെസ് ഇൻ സോഷ്യോസ് ലിംഗ്വിസ്റ്റിക്സ് വന്നാൽ മെയിനായിട്ട് 3 പോയിന്റ്സ് പറയുക. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ, ദാറ്റ് ലിംഗ്വിസ്റ്റിക് സൈൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. പിന്നെ സിഗ്നിഫയർ എന്ന് പറയുമ്പോൾ എന്താണ്? സൗണ്ട് ഇമേജ് ആണ്. സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ആണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആണ്, അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അതുമാതിരി തന്നെ ഈ 2 ടേംസും എന്താണ്? സൈക്കോളജിക്കൽ ഇൻ നേച്ചറാണ്. ദർ ഇസ് നോ 1-to-1 റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ലിറ്റററി തിയറിയിൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടോട്ടൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഷോർട്ട് എസ്സേ ആയിട്ട് വന്നാലും എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ. ഇനി ഷോർട്ട് എസ്സേ, ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. സോ അതുവരെ ലൈവ് ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാൻ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടിങ് ഭയങ്കര എസെൻഷ്യൽ ആണ്. സോ നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.